പ്രിയമിത്രങ്ങളെ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ തുടങ്ങാം. മോഹനൻ മേശരിപ്പണിയായിരുന്നു ജോലി. ആ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു മേശരിയായിരുന്നു മോഹനൻ. മോഹനന്റെ പണിയുടെ വൃത്തിയും വെടിപ്പും കൊണ്ട് മോഹനൻ എന്നും പണിയുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ പണിക്ക് പോകാൻ വേണ്ടി കുളിച്ചിട്ട് വന്ന് റൂമിലേക്ക് കയറിയപ്പോൾ കണ്ടത് തന്റെ പെമ്പറന്നോത്തി കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഡ്രസ്സെല്ലാം മാറിയിട്ട് കണ്ണാടിയിൽ നോക്കി സൗന്ദര്യം ആസ്വദിക്കുന്നതാണ്. അവൻ ജോലിക്ക് പോകുമ്പോൾ തങ്കം, അതായത് അവന്റെ ഭാര്യ, ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ. ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞപ്പോൾ ഏതെങ്കിലും കടയിലാണെങ്കിലും ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ വീടിനടുത്തുള്ള ഒരു തുണിക്കടയിൽ സെയിൽസ് ഗേളായി ജോലിക്ക് കയറി. രാവിലെ നീ മനുഷ്യനെ നിയന്ത്രണം പിടിക്കല്ലേ പെണ്ണേ, മോഹനൻ പറഞ്ഞു. പിന്നെ പെട്ടെന്ന് ജോലിക്ക് പോകാൻ നോക്ക്, വന്നു നിന്ന് വെള്ളം മറക്കാതെ. എന്റെ മോന് വേണ്ടതെല്ലാം ഞാൻ രാത്രിയിൽ തരുന്നുണ്ടല്ലോ, അതും പറഞ്ഞ് അവന്റെ കവിളിൽ ഒരു നുള്ളു കൊടുത്തു. എന്നിട്ട് അടുക്കളയിലേക്ക് നടന്നു തങ്കം. മോഹന്റെ ആ പൗരുഷത്തിന്റെ മുൻപിലാണ് അവൾ വീണുപോയത്. 2-3 കൊല്ലം മുമ്പ് തങ്കത്തിന്റെ വീടിന് അയലത്ത് പണിക്ക് പോയ മോഹനൻ അവളെ സൈസാക്കി എടുത്തതാണ്. വടവിയെടുക്കാൻ വലുതായിട്ട് മെനക്കെടേണ്ടി വന്നില്ല അവന്. വയസ്സ് 27 വിവാഹമൊന്നും നടക്കാതെ നിൽക്കുമായിരുന്നു തങ്കത്തിന്. അങ്ങനെ മോഹനനുമായി അവൾ പ്രണയത്തിലായി. ഒളിച്ചോടി വരികയായിരുന്നു. അതിനു മുൻപ് തന്നെ മോഹനന്റെ കൈക്കരുത്ത് അവൾ അറിഞ്ഞിരുന്നു. രണ്ടുപേരും കൂടി ആ സമയത്ത് ആരും അറിയാതെ ടൗണിൽ മുറിയെടുത്ത് സ്ഥിരമായി കാണാറുണ്ടായിരുന്നു. തങ്കത്തിനെ കുറിച്ച് പറഞ്ഞാൽ അവൾ ഇരുനിറമാണ്. നല്ല തടിച്ച ശരീരം, നല്ല വട്ടമുഖം. ആര് കണ്ടാലും അവളെ ഒന്ന് നോക്കി നിന്നു പോകും. ആ മുന്നഴകും പിന്നഴകും പറയേണ്ട കാര്യമില്ല. പണിയുടെ കാര്യത്തിൽ മോഹനനേക്കാൾ ഒരുപടി മുന്നിലായിരുന്നു അവൾ. സ്ഥിരമുള്ള പരിപാടി അവരുടെ ഒരു ഹോബിയായിരുന്നു. അത് തങ്കത്തിന് നിർബന്ധവുമായിരുന്നു. അതുകൊണ്ട് അവൻ എപ്പോഴും സന്തോഷവാനായിരുന്നു. അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലിയൊന്നും കിട്ടാതെ അവസാനം അവൻ മേശരിപ്പണിക്ക് ഇറങ്ങേണ്ടി വന്നു. അവനിപ്പോൾ 32 വയസ്സായി. 2 കൊല്ലം മുമ്പാണ് അവരുടെ വിവാഹം നടന്നത്. 2 വീട്ടുകാർക്കും സമ്മതമല്ലായിരുന്നു. അങ്ങനെയാണ് ഒളിച്ചോടി ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസമായി. 2 വർഷം കൊണ്ട് അവർ കഠിനാധ്വാനം ചെയ്ത് അവൻ താമസിച്ചിരുന്ന ആ വാടക വീട് സ്വന്തമാക്കി. രണ്ടുപേരുടെയും ജീവിതം വളരെ ഹാപ്പി. മോഹനനെ കുറിച്ച് പറഞ്ഞാൽ വലിയ ഹൈറ്റ് ഒന്നുമില്ല, നല്ല കട്ടത്തടിയാണ്. അവനും തങ്കത്തിനെ പോലെ തന്നെ ഇരുനിറമാണ്. വൈകിട്ട് തുണിക്കടയിൽ നിന്ന് ഇറങ്ങിയ തങ്കം റോഡ് മുറിച്ച് കിടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു കാറ് വന്ന് അവളെ തട്ടിയത്. പെട്ടെന്ന് അവൾ റോഡിന്റെ സൈഡിലേക്ക് വീണു. അവൾ പേടിച്ചുപോയി. അവളുടെ കൈ ചെറുതായിട്ടൊന്ന് ഉരഞ്ഞു. പെട്ടെന്ന് ആളുകൾ ഓടിക്കൂടി. കാർ സൈഡിലേക്ക് ഒതുക്കി നിർത്തിയിട്ട് അതിൽ നിന്നൊരാൾ ഇറങ്ങി വന്നു. കണ്ടു കഴിഞ്ഞാൽ ഇത്തിരി പ്രായം തോന്നിക്കുന്ന നല്ല വെളുത്ത ഒരു മനുഷ്യൻ. ഒരു കതർ ജുബ്ബയും മുണ്ടുമാണ് വേഷം. വേഗം അയാൾ നടന്ന് അവളുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു. അയ്യോ, കൈമുറിഞ്ഞല്ലോ, വാ ഹോസ്പിറ്റലിൽ പോകാം, അയാൾ നിർബന്ധിച്ചു. അവൾ പറഞ്ഞു, ഓ കുഴപ്പമില്ല, ചെറുതായിട്ടൊന്ന് തൊലി പോയതേ ഉള്ളൂ. പക്ഷേ അവിടെ കൂടി നിന്ന ആളുകളുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ കാറിൽ കയറി. റോഡ് നോക്കി ക്രോസ് ചെയ്യണ്ടേ മോളെ, എന്തെങ്കിലും പറ്റിയെങ്കിലോ, അയാൾ ചോദിച്ചു. ശ്രദ്ധിക്കാൻ പറ്റിയില്ല, അവൾ പറഞ്ഞു. കുഴപ്പമില്ല, ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വെക്കാം, പേടിക്കണ്ട, അയാൾ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോഴാണ് അവൾ അയാളെ ശ്രദ്ധിക്കുന്നത്. മുടിയൊക്കെ നരച്ചിട്ടുണ്ട്, നല്ല സ്പ്രേയുടെ മണവും. ഭർത്താവിന് എന്താ പണി, അദ്ദേഹം ചോദിച്ചു. ഏട്ടന് മേശരിപ്പണിയാണ്, അവൾ പറഞ്ഞു. അങ്ങനെ ഓരോന്ന് പറഞ്ഞിരുന്ന് അവർ ഹോസ്പിറ്റലിലെത്തി. കൈയൊക്കെ മരുന്ന് വെച്ചതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങി. അവൾ അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഞാൻ ഏട്ടനെ ഒന്ന് വിളിച്ചു പറയട്ടെ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അത് കൊള്ളാം, ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ എനിക്കറിയാമെങ്കിലേ വീട്ടിൽ കൊണ്ടുവിടാനും എനിക്കറിയാം, അയാൾ പറഞ്ഞു. മോള് കയറ്. അവൾ കാറിൽ കയറി ഇരുന്നിട്ട് ചോദിച്ചു, എന്താ പേര്? എന്റെ ആണോ? നൗഷാദ്. മോൾ എന്നെ ഇക്കാന്ന് വിളിച്ചു. ഇക്കയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ആരൊക്കെയുണ്ട് എന്ന് ചോദിച്ചാൽ ഭാര്യയുമായി വേർപിരിഞ്ഞിട്ട് വർഷങ്ങളായി. പിന്നെ 2 പെൺമക്കൾ ഉണ്ടായിരുന്നു. അവരെ 2പേരെയും കെട്ടിച്ചയച്ചു. പിന്നീട് ഒറ്റയ്ക്കുള്ള ജീവിതം, അതും അടുത്തപ്പോൾ വീണ്ടും ഒരു വിവാഹം കഴിച്ചു. അതിലൊരു ആൺകുട്ടിയുണ്ട്. 2പേരും സംസാരിച്ച് പെട്ടെന്ന് തന്നെ കമ്പനിയായി. വീട്ടിൽ ചെന്നപ്പോൾ മോഹൻ അവിടെയുണ്ട്. നടന്ന കാര്യങ്ങളെല്ലാം മോഹനോട് പറഞ്ഞു. പോയിട്ട് നാളെ വരാം മോളെ എന്നും പറഞ്ഞാണ് നൗഷാദ് അവിടെ ഒന്നും പോയത്. നോക്കിയൊക്കെ ക്രോസ് ചെയ്യണ്ടേടി, മോഹനം പറഞ്ഞു. പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല ചേട്ടാ,
എന്തായാലും ഇത്രയല്ലേ പറ്റിയുള്ളൂ. അയാൾ ഒരു മാന്യനായതുകൊണ്ട് ഇത്രയെങ്കിലും ചെയ്തു. ശരിയാ ചേട്ടാ, കണ്ടിട്ട് അയാൾ ഒരു പാവമാണെന്ന് തോന്നുന്നു. രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. പിറ്റേ ദിവസം ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയത്താണ് നൗഷാദ് മോഹനന്റെ വീട്ടിലെത്തിയത്. തെറ്റ് അങ്ങേരുടെ കയ്യിലല്ലാഞ്ഞിട്ടും അയാൾ വീട്ടിലേക്ക് വന്നപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് സന്തോഷമായി. എങ്ങനുണ്ട് മോളെ, കൈക്ക് വേദന കുറവുണ്ടോ? നൗഷാദ് ചോദിച്ചു. ആ, കുറവുണ്ട് കാ. മോഹനന് പണിയില്ലായിരുന്നോ? ഇല്ലിക്ക, ഇനി പുതിയ പണി തുടങ്ങണം. ചെയ്തുകൊണ്ടിരുന്ന പണി തീർന്നു, മോഹനൻ പറഞ്ഞു. കേറുവായിക്ക, അകത്തിരിക്കാം. തങ്കം നൗഷാദിനെ അകത്തേക്ക് ക്ഷണിച്ചു. അകത്ത് കയറി അയാൾ കസേരയിൽ ഇരുന്നു കൊണ്ട് ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചു. വലിയ സൗകര്യമൊന്നും ഇല്ലിക്ക, തങ്കം അയാളോട് പറഞ്ഞു. എല്ലാം പടച്ചവൻ തരുമോളെ, നല്ല മനസ്സുണ്ടെങ്കിൽ എല്ലാം നമുക്ക് വന്നു ചേരും, നൗഷാദ് പറഞ്ഞു. ഈ വീട് നിങ്ങളുടെ സ്വന്തമാണോ? ആണുക്ക, കല്യാണം കഴിഞ്ഞ സമയത്ത് കുറച്ച് കാശുണ്ടായിരുന്നു, ബാക്കിയും കൂടി ഒപ്പിച്ച് വാങ്ങിയതാ. നിങ്ങളെ പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. മോളെന്തായാലും ഒരാഴ്ചത്തേക്ക് കടയിലൊന്നും പോകണ്ട. വേദനയൊക്കെ നല്ല രീതിയിൽ മാറിയിട്ട് പോയാൽ മതി കേട്ടോ, നൗഷാദ് പറഞ്ഞു. ശരിയക്ക. നൗഷാദ് കുറച്ചു നേരം സംസാരിച്ചിരുന്നു. ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങാൻ നേരം കയ്യിലിരുന്ന ഒരു പൊതിയെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്റെ മോളുടെ പ്രായമേ നിനക്കുള്ളൂ. രണ്ടുപേരും നല്ല സന്തോഷത്തോടെ ജീവിക്കണം കേട്ടോ. രണ്ടുപേരുടെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു. എന്നേലും ഇതുവഴിയൊക്കെ വരുമ്പോൾ ഇങ്ങോട്ട് കയറാം കേട്ടോ മോളെ. കയുടെ വീട് എവിടെയാണ്? മോഹനൻ ചോദിച്ചു. ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ. ഇവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ യാത്ര പറഞ്ഞ് നൗഷാദ് പോയി. അയാൾ പോയിക്കഴിഞ്ഞപ്പോൾ രണ്ടുപേരും അകത്ത് കയറി അയാൾ തന്ന പൊതി അഴിച്ചു നോക്കി. അത് കണ്ട് രണ്ടുപേരും ഒന്ന് ഞെട്ടി. ഒരു കെട്ട് 500-ന്റെ നോട്ട്. മുഖത്തോട് മുഖം നോക്കിയ രണ്ടുപേരും അത് എണ്ണി നോക്കി. 1,00,000 രൂപ. അവർ അത്ഭുതപ്പെട്ടു. ഏട്ടാ, ഇത്രയും രൂപ എന്തിനാണ് അങ്ങേര് നമുക്ക് തന്നത്? നമ്മുടെ അവസ്ഥ കണ്ട് തന്നതായിരിക്കും. അങ്ങേരെ കണ്ടാൽ തന്നെ അറിയാം പുള്ളിക്കാരൻ നല്ല സ്നേഹമുള്ളവനാണെന്ന്. പൈസ കണ്ട് രണ്ടുപേരുടെയും കണ്ണു തള്ളിപ്പോയി. എന്നാലും അയാൾക്ക് എന്തൊക്കെയോ ഉദ്ദേശം ഉള്ളതുപോലെയാണ് അവൾക്ക് തോന്നിയത്. അയാളുടെ ആ ചേർന്ന് നിന്നുള്ള സംസാരമൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, തങ്കം പറഞ്ഞു. അയാൾ ഒരു മോളെ പോലെ അല്ലേടി നിന്നെ കാണുന്നത്. അത് സ്നേഹം കൊണ്ടായിരിക്കും. മാത്രമല്ല ഇത്രയും പ്രായമായില്ലേ ആ മനുഷ്യന്. അതൊക്കെ നീ മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി, മോഹനൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞു. മോഹനൻ പോയി ഒരു ടിവിയും 5-6 കസേരയും ഒക്കെ വാങ്ങി. വീട് ചെറിയ രീതിയിൽ സെറ്റപ്പാക്കി. തങ്കം ഇപ്പോൾ മുഴുവൻ സമയവും ടിവിയുടെ മുന്നിലാണ്. ഓർഡർ ചെയ്ത് ബിരിയാണിയൊക്കെ വാങ്ങിയാണ് കഴിക്കുന്നത്. പണിയും കഴിഞ്ഞ് വരുന്ന മോഹനൻ രാത്രിയിൽ കഴിക്കാനുള്ള ആഹാരവും ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത്. ഒരു ദിവസം വീടിന്റെ വാതിൽ ഒരു കാർ വന്നു നിന്നു. കാറിൽ നിന്ന് നൗഷാദ് ഇറങ്ങി വീട്ടിലേക്ക് നടന്നു വന്നു. ആ ഇക്ക, ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാണോ? അതേ മോളെ, വീട്ടിലിരുന്നപ്പോൾ തോന്നി മോളെ ഒന്ന് കാണണമെന്ന്. നൗഷാദ് അകത്ത് കയറിയിരുന്നു. അവളെ അടിമുടിയൊന്ന് നോക്കി. ആ നോട്ടം അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും അത് പുറത്തു കാണിച്ചില്ല. ഇന്നും വല്ല കാശ് തരാനാണെങ്കിലോ, അവൾ മനസ്സ് കരുതി. ചിരിച്ചുകൊണ്ട് തന്നെ അവൾ നിന്നു. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടേക്ക, അവൾ ചോദിച്ചു. വേണം മോളെ, ഒരു ഗ്ലാസ് തണുത്ത വെള്ളം മതി. അവൾ തിരിഞ്ഞ് വെള്ളമെടുക്കാനായി അടുക്കളയിലേക്ക് നടന്നു. അയാളും എഴുന്നേറ്റ് അവളുടെ കൂടെ അടുക്കളയിലേക്ക് ചെന്നു. മോളെ, അടുക്കളയൊക്കെ ഒന്ന് കാണാമല്ലോ, അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ വെള്ളമെടുത്ത് അയാൾക്ക് കൊടുത്തു. വെള്ളം മേടിച്ചു കുടിച്ചുകൊണ്ട് അയാൾ നടന്ന് ഹാളിലേക്ക് വന്നു. ഞാൻ മറ്റന്നാൾ വരാം മോളെ, ഇവിടെ അടുത്തൊരു വീട് വരെ പോകാനുണ്ട്. അയാൾ പറഞ്ഞതിന് ശേഷം മടിയിൽ നിന്ന് വീണ്ടും ഒരു കെട്ട് നോട്ടെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഫ്രിഡ്ജ് ഇല്ലല്ലോ, ഒരു ഫ്രിഡ്ജൊക്കെ മേടിക്കണം കേട്ടോ മോളെ. മോഹനെ തിരക്കിയെന്ന് പറഞ്ഞേരെ. അയാൾ കാറിൽ കയറിപ്പോയി. അവൾ അയാൾ കൊടുത്ത പണം കണ്ട് ശരിക്കും തരിച്ചു നിന്നുപോയി. ജോലി കഴിഞ്ഞു വന്ന മോഹന് നേരെ അവൾ നൗഷാദ് തന്ന പണം നീട്ടി. അവൻ ആർത്തിയോടെ അത് മേടിച്ചു. ഇക്ക ഇന്നും വന്നോടി മോളെ. വന്നു. വന്നപ്പോൾ തന്നെ ഇക്ക തണുത്ത വെള്ളമാണ് ചോദിച്ചത്. ഇവിടെ തണുത്ത വെള്ളത്തിന് എവിടാ ഫ്രിഡ്ജ്? ഫ്രിഡ്ജ് മേടിക്കണമെന്നും പറഞ്ഞ് തന്നതാ ഇക്ക ഈ പണം. മറ്റന്നാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലും കൂടുതൽ കാശ് തരുമായിരിക്കും, അവൾ ആക്രാന്തത്തോടെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ദിവസം നൗഷാദ് വന്നു. അന്നും കുറച്ച് കാശ് തന്നു. അതിനോടൊപ്പം ഒരു 3 പവൻ വരുന്ന ഒരു സ്വർണമാലയും ഉണ്ടായിരുന്നു. അവൾക്ക് സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടി. പിന്നെ അവൾ ഒന്നും നോക്കിയില്ല. ഇക്കായ്ക്ക് വേണ്ടി നല്ല വിഭവങ്ങൾ അവൾ ഒരുക്കി വെച്ചിരുന്നു. ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം ഇക്ക പറഞ്ഞു,
ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും രുചികരമായ ഭക്ഷണം കഴിച്ചിട്ടില്ല മോളെ. അവൾക്ക് സംതൃപ്തിയായി. ഇക്കായി നോക്കി അവളൊന്ന് ചിരിച്ചു. അതൊരു വല്ലാത്ത ചിരിയായിരുന്നു. ഈ പ്രായത്തിലും ആ ചിരി കണ്ടപ്പോൾ അയാൾക്ക് എവിടെ നിന്നെല്ലാമോ തരിച്ചു കയറി. ഇക്കായ്ക്ക് വിശ്രമിക്കണമെങ്കിൽ അകത്തെ കട്ടിലിൽ കിടക്കാം. ആ ക്ഷീണമങ്ങ് മാറും. ഇക്കായെ എങ്ങനെയെങ്കിലും സുഖിപ്പിച്ച് നിർത്തണം, എങ്കിലേ ഇനിയും കാശ് കിട്ടൂ, അവൾ മനസ്സിൽ കരുതി. ആ, എന്നാൽ ശകലം വിശ്രമിക്കാം, ഇക്ക പറഞ്ഞു. ബായ്ക്ക എന്ന് പറഞ്ഞ് അവൾ പോയി കട്ടിൽ തട്ടിക്കുടഞ്ഞിട്ട് കൊടുത്തു. ഇക്ക കയറി കട്ടിലിൽ കിടന്നു. അവളൊന്ന് ചിരിച്ചുകൊണ്ട് പെതുക്കെ കട്ടിലിന്റെ സൈഡിലിരുന്നു. നൗഷാദിന് കാര്യം പിടികിട്ടി. അയാൾ ഒന്നും മിണ്ടിയില്ല. അണ്ണാൻ മൂത്താലും മരം കയറ്റം മറക്കില്ലല്ലോ. അയാളും ഒന്ന് ചിരിച്ചു. അവൾ പതുക്കെ അയാളുടെ മാറിലേക്ക് തലചായ്ച്ചു.